മാധ്യമങ്ങളെ വിമർശിച്ചു. ഒപ്പം പ്രതിപക്ഷത്തിനും വിമർശനമുണ്ട്. SDP-യുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. നേമത്ത് വി ശിവൻകുട്ടി SDP-യുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ന്യൂനപക്ഷങ്ങൾ സർക്കാരിന് അനുകൂലമായി പ്രതികരിക്കുകയാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട സാഹചര്യമില്ല. വർഗീയതയ്ക്കെതിരെ കടുത്ത നിലപാട് നേരത്തെയും സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടരുകയാണ് എന്നടക്കമുള്ള മറുപടികളാണ്, പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തിരുവനന്തപുരത്താണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിന് എതിരെയും ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പരാമർശം ഉണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടവർ എങ്ങനെ രാഹുലിന്റെ വീട്ടിലെത്തി എന്ന ചോദ്യം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലർ ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ, മാർഷൽ, SDP അടക്കമുള്ള വിഷയങ്ങളിലെ മുഖ്യമന്ത്രി പ്രതികരണം. പ്രധാനമായിട്ടും SDP-യുമായുള്ള ബന്ധം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വർഗീയ സംഘടനകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ SDP എന്ന വാക്ക് പോലും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ നേമത്തെ സാഹചര്യം അതനുസരിച്ചുള്ള ആരെങ്കിലും BJP-യെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് നൽകുകയാണെങ്കിൽ ആ സാഹചര്യത്തെക്കുറിച്ച് അപ്പോഴാണല്ലോ പരിശോധിക്കുക എന്നുള്ള ഒഴുക്ക മറുപടി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഇതുവരെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. വർഗീയ ശക്തികളുമായിട്ടുള്ള നിലപാട് ഇനിയും സ്വീകരിക്കാനും പോകുന്നില്ല എന്ന രീതിയിൽ ഉള്ള ആവർത്തിച്ചുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് എത്തിയതുകൊണ്ട് വിഴിഞ്ഞത്തെ വികസനത്തെക്കുറിച്ചും വിവരസാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ചുമാണ് പ്രധാനമായും മുഖ്യമന്ത്രി സംസാരിച്ചത്. യാതൊരുവിധ ഡീലുകളോ ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്നും FCR നിയമം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത്. രതീഷ്, മാർഷലാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. SDP എന്ന പേര് പരാമർശിക്കാതുള്ള പ്രതികരണമായിരുന്നു. നേമത്തെ പ്രത്യേക സാഹചര്യമാണ്. അവിടെ SDP-യുടെ പിന്തുണ, ഏതെങ്കിലും വർഗീയ സംഘടനകളുടെ പിന്തുണ തേടിയിട്ടില്ല വി ശിവൻകുട്ടി. പക്ഷേ നേമത്തെ സാഹചര്യമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SDP പിന്തുണയിൽ ശക്തമായൊരു നിലപാട്, അല്ലെങ്കിൽ പിന്തുണ വേണ്ട എന്നൊരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ന്യൂനപക്ഷങ്ങൾ LDF-ന് കൂടുതൽ അടുക്കുന്നു, കൂടുതൽ പിന്തുണയ്ക്കുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്.